കേരള സർവകലാശാലയിൽ VC-യുടെ എതിർപ്പ് മറികടന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി. സിൻഡിക്കേറ്റ് യോഗത്തിലാണ് രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയത്. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരിക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗം. ഇതിന്റെ നിയമസാധുത എത്രമാത്രമാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, അല്പസമയം മുമ്പ് നടന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലയുടെ ഏകദേശം ഒരു നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് കേരള സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് റദ്ദാക്കിയിരുന്നത്. പക്ഷേ സിൻഡിക്കേറ്റിൻ്റെ അജണ്ടയിൽ ഉണ്ടാകാതിരുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വിഷയം അന്വേഷിക്കാനായി ഒരു 3-അംഗ സമിതിയെയും സിൻഡിക്കേറ്റ് നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഡോക്ടർ ഷിജു ഖാൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരെയാണ് ഈ അന്വേഷണ സംഘത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇവർ 3 പേരും. അതിനോടൊപ്പം തന്നെ ഈ വിഷയം കോടതിയെ അറിയിക്കാനായിട്ട് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ രജിസ്ട്രാർ ഇൻചാർജിനെയും കോടതിയെ വിവരം അറിയിക്കാനായി ചുമതലപ്പെടുത്തി സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ യോഗം ആരംഭിച്ച സമയത്ത് തന്നെ ആദ്യം സിൻഡിക്കേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ വൈസ് ചാൻസലറുടെ നിലപാടിനെ താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർ സിസാ തോമസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേലിൻ്റെ റിപ്പോർട്ട് ആദ്യം സിൻഡിക്കേറ്റിലേക്ക് സമർപ്പിക്കുന്നു. പിന്നീട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെടുന്നു ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി ബെഞ്ചിലേക്ക് വയ്ക്കണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് ഉയർത്തുന്നു. പിന്നീടുണ്ടായതെല്ലാം ഈ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ BJP അംഗങ്ങളും ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയം സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള R രാജേഷ് ഹൈക്കോടതിക്കെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു, ഫേസ്ബുക്കിലൂടെ വിമർശനം ഉന്നയിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ഈ സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് വീണ്ടും ഒരു ബഹളത്തിലേക്ക് സിൻഡിക്കേറ്റ് യോഗം കടക്കുന്നത്. ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്നത് അജണ്ടയിലില്ലാതിരുന്ന രജിസ്ട്രാർക്കെതിരെയുള്ള നടപടി റദ്ദാക്കണം, അല്ലെങ്കിൽ ആ നടപടി ചർച്ച ചെയ്യണമെന്നായിരുന്നു ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ VC അത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. പക്ഷേ ഇടതുപക്ഷ അംഗങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് VC-യും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുമായെല്ലാം വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് സിൻഡിക്കേറ്റിലുള്ള ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെതിരെയുള്ള നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ വിവരമായിരിക്കും നാളെ ഹൈക്കോടതിയിൽ സിൻഡിക്കേറ്റിന്റെ വിശദീകരണമായിട്ട് നൽകുക. അതുകൊണ്ട് തന്നെ ഇനി ഈ സ്റ്റേ അല്ലെങ്കിൽ ഈ പെറ്റീഷൻ എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം നിർണായകമാണ്. സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റ് ഇത്തരത്തിലൊരു നടപടി എടുത്തതുകൊണ്ട് ഹൈക്കോടതി ഇനി ഈ വിഷയത്തിൽ സ്റ്റേ നൽകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സർവകലാശാലയുടേതാണ് നടപടി. ആ നടപടിയിൽ സർവകലാശാലയുടെ ഏറ്റവും വലിയ അപ്പർ ബോഡി ആയിട്ടുള്ള സിൻഡിക്കേറ്റ് തന്നെ നടപടി റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നു. പക്ഷേ ഇത് എത്രത്തോളം നിയമസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ടല്ല, സിൻഡിക്കേറ്റിന്റെ നിലപാട് കോടതിയിൽ അറിയിക്കാൻ, അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെ വിശദീകരണം കോടതിയിൽ അറിയിക്കുന്നതിനുള്ള അനുമതി തേടാനായിട്ടായിരുന്നു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നത്. സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയും ഇത് തന്നെയായിരുന്നു. പക്ഷേ അജണ്ടയിൽ ഇല്ലാത്തൊരു വിഷയം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുകയും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തുകയും അതിന് ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അനുമതി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ വിശദീകരണമായിരിക്കും നാളെ അല്ലെങ്കിൽ ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. കോടതിയിൽ നാളെയാണ് അനിൽകുമാറിന്റെ പെറ്റീഷൻ വീണ്ടും എടുക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് സിൻഡിക്കേറ്റിന് തന്നെ കൈക്കൊള്ളാമെങ്കിൽ പിന്നെ എന്തിനാണ് നിയമ പോരാട്ടത്തിലേക്ക് അനിൽകുമാർ നീങ്ങിയത്? സിൻഡിക്കേറ്റിന് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാമെങ്കിൽ അത് വളരെ എളുപ്പമല്ലേ? അതല്ലേ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മാർഗം. പിന്നെ എന്തുകൊണ്ടായിരിക്കാം കോടതിയിലേക്ക് നീങ്ങിയത്? ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം സിൻഡിക്കേറ്റ് യോഗം കൈക്കൊള്ളുമ്പോൾ അത് വിമർശനത്തിന് ഇട നൽകില്ലേ?
സ്വാഭാവികമായിട്ടും അതിനൊരു സാധ്യതയുണ്ട് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവ വികാസങ്ങളെല്ലാം ആരംഭിക്കുന്നത് സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമലിലെ നടപടിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മോഹനൻ കുന്നുമൽ ഈ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർവകലാശാല ചട്ടപ്രകാരമുള്ള വൈസ് ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ ചട്ടത്തിൽ പ്രധാനമായും പറയുന്നത് സിൻഡിക്കേറ്റ് യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വൈസ് ചാൻസലർക്ക് പ്രത്യേക അടിയന്തര സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ അടിയന്തരമായ നിലപാടുകളും അല്ലെങ്കിൽ ഉത്തരവുകളും ഇറക്കാനുള്ള അധികാരമാണ് ആ നിയമം നൽകുന്നത്. അത് സർവകലാശാല ചട്ടങ്ങളിലെ 10ാം വകുപ്പിലെ 13ാം ഉപവകുപ്പാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലർക്ക് ഈ അധികാരം നൽകുന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് വൈസ് ചാൻസലർ എന്തായാലും ഈ നടപടി സ്വീകരിച്ചു. പക്ഷേ വൈസ് ചാൻസലർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ള സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യണം, ഈ വിഷയം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സിൻഡിക്കേറ്റ് ആദ്യം മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇത് പ്രധാനമായും ആവശ്യപ്പെടാനുള്ള കാരണം ഇത്തരത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടാൽ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് രജിസ്ട്രാറിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയും. പിന്നീട് ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമോ ഇല്ലയോ എന്ന് രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന് ഉറപ്പില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് രജിസ്ട്രാർ ഈ നടപടിക്കെതിരെ 2ാം ദിവസം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ? ലക്ഷ്മി, നിലവിൽ 24 അംഗങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിൽ ഒരംഗമാണ് കോൺഗ്രസ് അംഗമായിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ് അംഗമായിട്ടുള്ള മുഹമ്മദ് അടക്കം ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് അനുകൂലമായിട്ടാണ് നിലനിന്നിരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം BCക്ക് 16 അംഗങ്ങളാണ് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അതിൽ ഒരംഗം കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു. സിൻഡിക്കേറ്റിൽ ആകെയുള്ളത് കോൺഗ്രസിൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മാത്രമാണ് കോൺഗ്രസിൻ്റെ